നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ വേദിയിൽ ഒരു ഫാമിലി വരാൻ പോവാണ്. ഓക്കെ, അവരൊരു കിഡിലൻ ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ പേര് പാട്ട് ഫാമിലി. അതാണ് അവരുടെ വെറൈറ്റി. കിഡിലൻ ആയിട്ടുള്ള പാട്ടുകൾ പാടും. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആക്ച്വലി ഭയങ്കര ബിസിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇത്. അപ്പൊ നമുക്ക് വിളിക്കാം. പാട്ട് ഫാമിലി നിഷാൻ സുൽത്താൻ എന്നാണ് ഇക്കയുടെ പേര്. അപ്പൊ നിഷാൻ സുൽത്താൻ ആൻഡ് ഫാമിലിയെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. ഒരുപാട് സന്തോഷട്ടോ. ഞാൻ ഇവരോട് പറയായിരുന്നു കുറെ തിരക്കുണ്ടെന്ന് അറിയാം, പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊക്കെ കാണാനായിട്ട് വന്നതിൽ ഒരുപാട് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഫ്ലോർ കിട്ടാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അത് ഇത്രയും ലെജൻഡൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളുകളൊക്കെയാണ്. അവരുടെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ച ആളാണ്. ഒത്തിരി ഓഡീഷനൊക്കെ പോയിട്ടുള്ളതാണ്. വർഷങ്ങളോളം ഓഡീഷന് പോയിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒരു ഭാഗ്യം, ദൈവ അനുഗ്രഹം. അടിപൊളി. എന്തായാലും പരിചയപ്പെടുത്തു എല്ലാവരും. ദിൽറുബ. സൂപ്പർ, നല്ല കോസ്റ്റ്യൂം. എന്താ ചെയ്യുന്നേ? 8th പഠിക്കുക. 8th. ഏത് സ്കൂളിലാ? CSM സെൻട്രൽ സ്കൂൾ. ആളുടെ പേര് ദിൽറുബ. 3 മക്കളുണ്ട്. രണ്ടാമത്തത് ദിൽബർ. ഇതാണോ ദിൽബർ? അല്ല, ഇത് മൂത്താള് ദിൽബറ. അല്ല, ഇതെന്റെ മോളല്ല, എന്റെ ഭാര്യയാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോ ചോദിക്കലുണ്ട്. അവ എന്റെ രണ്ടാമത്തെ മോളാണ് ദിൽബർ. മൂന്നാമത്തെ ആറ് ദുൽഖർ സൽമാൻ. അവളുടെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു പേരാണ്. ദുൽഖർ സൽമാൻ ഭയങ്കര ഫാനാണ്. മമ്മൂക്ക ഫാനാണ്, ദുൽഖർ ഫാനാണ്. എന്നാ അങ്ങ് മമ്മൂട്ടിന്നോടായിരുന്നു പേര്. പിന്നെ പ്രത്യേകം പറയണെങ്കിൽ വാലന്റൈൻസ് ഡേക്കാണ് പ്രസവിച്ചതല്ല, ഇവൾക്ക് അന്നത്തെ ദിവസം സിസേറിയൻ ആയതുകൊണ്ട് ഇവൾക്ക് ആ ഒരു ദിവസം തന്നെ ഡോക്ടർ അടുത്ത് സ്പെഷ്യൽ പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ വാലന്റൈൻസ് ഡേക്കാണ് വന്നത്. വേറെ എന്ത് വേണം? അതെ, ഇപ്പൊ ഞാൻ പറയായിരുന്നു യൂട്യൂബിലൊക്കെ ഇപ്പൊ വീഡിയോസ്, ഭയങ്കര വൈറൽ വീഡിയോസ്, ഡിവോഷണൽ സോങ്സ് ചെയ്യുന്നു ആള്. അയ്യപ്പന്റെ പാട്ടൊക്കെ പാടി ഭയങ്കര വൈറൽ ആയിട്ടുള്ള ആളാണ്. അപ്പൊ പറയാ ഒരു ജേർണി ഒന്ന് നമ്മളോട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അയ്യപ്പന്റെ കടാക്ഷം എന്നാണ് ഞങ്ങള് എവിടെ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും സജനയും പ്രോഗ്രാംസിനൊക്കെ പാടലുണ്ട്. പക്ഷെ എവിടെ നമ്മൾ എത്തിപ്പെടലില്ല. ഇതുപോലെ ഒത്തിരി റിയാലിറ്റി ഷോയിലും പല മേഖലയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ എന്തോ മോള് അവൾക്ക് ഡാൻസിനോടായിരുന്നു താല്പര്യം. പാടുന്നുണ്ടെങ്കിലും ഞങ്ങൾ പറയും നമ്മുടെ കൂടെ പാട്ട് പാടാം. അപ്പൊ ആള് തീരെ വരില്ല, താല്പര്യമില്ല. ഡാൻസിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നാ അതുവഴിക്ക് പൊക്കോട്ടെ, നമ്മൾ പിടിച്ചു കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം സജിനാണ് റീൽസ് ഒക്കെ തുടങ്ങിയത്. പാട്ടുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവളുടെ റീൽസ് കണ്ടിട്ട് നേരെ മോള് വന്നിട്ട് പപ്പ എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട് മമ്മടെ പോലെ. അങ്ങനെയാണ് ആള് ആദ്യമായിട്ട് ഒരു പാട്ട് പാടിയത്. അത് അത്യാവശ്യം ആളുകൾ ഇങ്ങനെ കണ്ട് ഒരു 3 ലക്ഷം ആൾക്കാരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോഴാണ് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് നിങ്ങൾ റീച്ച് ചെയ്തത്. അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മോള് ഇങ്ങനെ പാടി തുടങ്ങി. ഓളും എല്ലാവരും സിംഗിൾ ആയി പാടി തുടങ്ങി. ഇതൊക്കെ യൂട്യൂബിലാണോ അതോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്? ഓക്കെ. പിന്നെ അയ്യപ്പ മണ്ഡലകാലം വന്നപ്പോൾ ഒരു 3 വർഷം മുമ്പ് ആ സീസണിൽ ഞങ്ങൾ ഒരു പാട്ട് പാടണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഒറ്റക്ക് പാടിയാലും അത് അവളുടെ ഇത്ത പറഞ്ഞ് നിങ്ങൾ 2 ആളും കൂടെ പാടിയാൽ നന്നായിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും മോളും കൂടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഉദിച്ചുയർന്ന മാമലമേലെ ഉത്തര നക്ഷത്രം ഈ ഒരു പാട്ട് പാടി. അത് മില്യൺ കണക്കിന് ആളുകൾ കണ്ട് അത് ഭയങ്കര വൈറലായി. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഈ മോളെയും എന്നെ വിളിച്ചു തുടങ്ങി. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ 3 ആളും കൂടെ പാടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആൾ പാടി തുടങ്ങി. അങ്ങനെ ആയി. ഇപ്പൊ 4 ആള് പാടുന്നുണ്ട്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ ആളും പാടും. അന്ന് രണ്ടാമത്തെ ആളുടെ പാട്ട് തുടരും മൂവിയിലെ കൺമണി പൂവേ എന്ന് പറയുന്ന പാട്ട് ഞങ്ങൾ 4 ആളും കൂടെ പാടിയിട്ട് ഭയങ്കര ഒരുപാട് ആളുകൾ കണ്ടതാണ്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഞങ്ങൾ പാട്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. അവിടെ എവിടെയൊക്കെ പരിപാടി കിട്ടി തുടങ്ങി. അങ്ങനെ പോണു. എന്തായാലും ആ പാട്ട് നമുക്കൊന്ന് കേൾക്കണം. നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ആ പെരുന്നാൾ സ്പെഷ്യൽ പാട്ട് വേണോ അതോ ഈ പാട്ട് വേണോ? എല്ലാം വേണം. അപ്പൊ എന്തായാലും നമുക്ക് എന്നാ റംസാൻ സ്പെഷ്യലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മകനയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പൂ. 1000 കാത മകലയാണെങ്കിലും
ലക്ഷ്യങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരല്ല തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ ഖുർആന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോടെ കരളിലെ കറകൾ കഴുകിടുന്നു ആയിരം കാലമകലയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ നിൽപ്പൂ തിരുനബി ഉര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ തിരുനബി ഉര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ അല്ലാവേ നിന്നരുളുന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ ആയിരം കാലമകലെയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ നിൽക്കൂ ലക്ഷ്യങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം സാഫല്യം നേടി തേടിയോരെല്ലാം സാഫല്യം നേടി തേടിയോരെല്ലാം സൂപ്പർ പെർഫോമൻസ് താങ്ക് യു ആയിരുന്നു. താങ്ക് യു കാരണം ഈ പാട്ടൊക്കെ പിന്നെ നമ്മള് ഒറ്റയ്ക്ക് ഒരാൾ പാടി കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 3 പേരായിട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് Thank സമയം you. കണ്ടെത്തി വന്നതിൽ. അപ്പൊ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം, തീർച്ചയായും, അതുപോലെ ഞങ്ങളുടെ തീർച്ചയായും. ആശംസകൾ thank അറിയിക്കാം. you, thank ഓക്കെ you so താങ്ക് much. യു Thank താങ്ക് യു you. സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ. താങ്ക് യു കലക്ക് കാര്യം ഇവിടെ ഈ പാറു നമ്മുടെ ഓഡിഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്ക് ഒരു സെലിബ്രിറ്റി പെർഫോമൻസിനാ വന്നേക്കുന്നത്. അതെ ഇതാണ് ഞാനൊരു കാര്യം സത്യം പറയട്ടെ പറഞ്ഞത്. പറയൂ. ഞാൻ ആദ്യമായിട്ടാണ് MG സാറിനെയും ശരത് സാറിനെ കാണിക്ക് ഭയങ്കര അല്ല ഇവനെ കണ്ടിട്ടുണ്ടോ അതിനു മുമ്പ് ഈ ശാന്തമാൻ അല്ല. ഇല്ലില്ല നേരിട്ട് ഇല്ലല്ല മഞ്ജു ചേച്ചിയൊക്കെ കുറെ പാട്ടുകൾ ഒരുപാട് പാട്ട് പാട്ട് പാടി കൊറേ ഞാൻ പാടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ടോണ്. Thank you. ഇനിയും ഇങ്ങനത്തെ Thank you. ഒരുപാട് നല്ല Moments മൊമെന്റ്സ് നിങ്ങളുടെ ഉണ്ടാവട്ടെ. ലൈഫിൽ ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ പറഞ്ഞു, കാരണം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾ 3 പേര് പാടുന്നത്. ഞാൻ ഷാനുമായിട്ട് സംസാരിക്കുന്നു. മാത്രമല്ല ഷാനുമായിട്ട് ഞാൻ പറയുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ വോയിസ് അല്ലേ, താങ്ക് യു സർ. വൈഫിന്റെ വോയിസ് താങ്ക് യു ഭയങ്കര ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ്. താങ്ക് യു സാർ. മോള് നന്നായിട്ടുണ്ട്, നീ വളർന്നു വരട്ടെ. പിന്നെ അദ്ദേഹം പറയേണ്ട കാര്യമില്ല. താങ്ക് യു സാർ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. Superstar.